ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ നന്ദി ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന ഹല്ലേലൂയ സ്നേഹം അനുഭവങ്ങൾ ലെവലിൽ ഇപ്പൊ ഇന്നലെ തന്നെ ശിവനന്ദൻ എന്താ പറഞ്ഞറിയാവോ? തുടങ്ങുന്നതിന് ഇങ്ങനെയാണ്: ഇത് ജീവനുള്ള ദൈവങ്ങൾ അധിവസിക്കുന്ന ഈ സ്ഥലത്തേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുവന്നതിന് നന്ദി പറയണമെന്ന്. അദ്ദേഹം അങ്ങനെ പറയണത്. ക്രിസ്തീയതയിൽ ഒറ്റ ദൈവം മാത്രമേ ഉള്ളൂ. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പ്രഷനാണ്: ജീവനുള്ള ദൈവങ്ങൾ വസിക്കുന്ന ഇടത്തേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുവന്നതിന് ഞാൻ നന്ദി പറയണം. അതാണ് ശിവനന്ദനന്ദൻ്റെ സാക്ഷ്യത്തിൻ്റെ ആദ്യ ഭാഗങ്ങളെ. പക്ഷേ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ, നമ്മൾ 9 കൊല്ലം മക്കളില്ല. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അവർ 5 കൊല്ലം മക്കളില്ലാത്തപ്പോൾ തന്നെ ചെയ്യാവുന്ന എല്ലാം ചികിത്സ ചെയ്ത് കാണും. പക്ഷെ ഉടമ്പടി എടുത്തപ്പോഴേ അവിടെ ഉള്ളിലെ പരിശുദ്ധാത്മാവ് നീ ഈ ആഴ്ച പ്രഗ്നൻ്റ് ആകുമെന്ന് ആന്തരികമായിട്ട് അവളോട് സംസാരിക്കാൻ തുടങ്ങി. ഇത് ഒരു പുതിയ കാര്യമല്ല. അതുകൊണ്ടാണ് ബൈബിൾ പറയണത്, അതായത് ഇതാ ഞാനൊരു പുതിയ കാര്യം ചെയ്യുന്നു, അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ. അതാണ് ഐസയ 43:18-19. അതായത് നമ്മൾ രക്ഷപ്പെടാൻ പോകുന്ന കാര്യം നമുക്ക് മുന്നറിവ് തരും. നീ വിഷമിക്കണ്ട, നിൻ്റെ വിസ ഈ ആഴ്ച വരും. അതാണ് വിഷയം. നീ വിഷമിക്കണ്ട. നിന്നെ സംബന്ധിച്ചത് നിനക്ക് ഇപ്പോൾ പൈസ ഇല്ലെങ്കിലും പൈസ എങ്ങനെയായാലും ഉണ്ടാകും. എത്ര സാക്ഷ്യം നിനക്കൊക്കെ വേണം ഇതുപോലെ. അപ്പോൾ ദൈവം ഇടപെട്ട് കഴിയുമ്പോൾ അത് മുളയെടുക്കണത് നമുക്ക് തന്നെ ദൈവം തന്നെ നമ്മൾക്ക് അറിയിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ശിവനന്ദനം പറഞ്ഞത് ജീവനുള്ള ദൈവം അധിവസിക്കുന്ന ഇടമെന്ന് പറഞ്ഞത്. അതായത് എന്തിനാണ് ഞാനിപ്പോൾ എന്നിലൂടെ ദൈവം നിങ്ങളോട് സംസാരിക്കണം ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ മനസ്സ് പതറരുത്, നിങ്ങൾ ഇടയ്ക്ക് ഇട്ട് കളയരുത്. നിങ്ങൾ വർദ്ധിച്ച സ്നേഹത്തോടെ ജീവചൈതന്യത്തോടെ ദൈവത്തെ ഇന്ന് അല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ അടുത്ത ആഴ്ച ഈ ദൈവം എന്നെ സ്പർശിക്കും, ഞാൻ ദൈവത്തിൻ്റെ കൈപിടിച്ച് എൻ്റെ ജീവിത അന്ത്യം വരെ നടക്കുന്ന ഒരു കാലം വരും. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഒരുമിച്ച് എല്ലാവരും എഴുന്നേൽക്കുക. എല്ലാവരും ഒരുമിച്ച് പാടും. ഒരുമിച്ച് പാടുക. എന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം, എന്നെ കൈകളിൽ താങ്ങിടുന്ന സ്നേഹം, എന്നെ തോളിലേറ്റി താരാട്ട് പാടും ചാഞ്ചുവാട്ടുന്ന സ്നേഹം. എന്നെ കൈപിടിച്ചു, എന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം, എന്നെ കൈകളിൽ താങ്ങിടുന്ന സ്നേഹം, എന്നെ തോളിലേറ്റി താരാട്ട് പാടും മെല്ലെ ചാഞ്ചുവാട്ടുന്ന സ്നേഹം. ആ സ്നേഹം, ആ സ്നേഹം, സ്നേഹമാണു ദൈവം. ആ സ്നേഹം, ആ സ്നേഹം, സ്നേഹമാണു ദൈവം. കൈകൾ നെഞ്ചുതിപ്പിച്ചുകൊണ്ട് കണ്ണുകൾ അടച്ചുകൊണ്ട് ദൈവസ്നേഹത്തെ അനുഭവിക്കുന്ന സമയമാണ്. കർത്താവേ, അങ്ങയുടെ മക്കൾ അങ്ങയുടെ വചനങ്ങൾ അവർക്ക് നൽകി. അഥവാ ഈശോ പറയുന്ന പോലെ ഞാൻ പറയാൻ ശ്രമിക്കുന്നു. അങ്ങ് എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് നൽകി. കർത്താവേ, അവരെ സത്യത്താൽ അങ്ങ് വിശുദ്ധീകരിക്കണമേ. ഈശോയെപ്പോലെ ഞാൻ പ്രാർത്ഥിക്കുന്നു, അങ്ങ് സത്യത്താൽ അങ്ങ് അവരെ സംരക്ഷിക്കണമേ.
കർത്താവ് ഇപ്പം കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന, ഇപ്പോഴും ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരുണ്ട്, ഇവിടെ തീർത്ഥാടനത്തിൽ പ്രാർത്ഥിക്കുന്നവരുണ്ട്. കർത്താവ് ഉടമ്പടി എടുത്തിട്ട് കർത്താവ് ഈ നിമിഷം നീ വരും, അടുത്ത നിമിഷം വരുമെന്ന് നിന്നെ കാത്തുകാത്തിരുന്ന് കണ്ണു നൊന്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, നീ വരാതിരിക്കുമ്പോഴേ, നീ വരുന്നില്ലെങ്കിൽ കർത്താവ് ഇവർ വെണ്ണീറായി പോകുന്നുള്ള വലിയ സത്യം കർത്താവ് ഈ അൾത്താരയിൽ അമ്മമാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ സ്ഥലത്ത് നിന്നുകൊണ്ട് കർത്താവ് ഞാൻ നിന്നെ അറിയിക്കാൻ ആഗ്രഹിക്കാൻ കർത്താവ്, നീ വരുന്നില്ലെങ്കിൽ, നീ വൈകിയാൽ കർത്താവ് അങ്ങനെ മക്കൾ കർത്താവ് വെണ്ണീറായി പോകും കർത്താവ്. നീ ഞങ്ങളുടെ പിതാക്കന്മാർ കാണിച്ച കാരുണ്യം, അങ്ങനെ അവകാശം ഓഹരിമാകുന്ന ഇസ്രായേൽ ജനത്തോട് നീ കാണിച്ച കാരുണ്യം കർത്താവ്, ഈ കാര്യങ്ങൾ നിന്റെ നാം വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ മകൻ്റെ മേലും മകളുടെ മേലും കർത്താവ് നീ കൈവെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ ആണിപ്പെടുതാതെ വലതുകരം അത്ഭുതകരം സ്പർശിക്കണം പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ച് പ്രാർത്ഥിക്കട്ടെ, ഒരുമിച്ച് ശ്രദ്ധിക്കട്ടെ കർത്താവ്. നിന്റെ വലിയ ശക്തി കർത്താവ് മക്കളെ കൊടുക്കണേ പ്രാർത്ഥിക്കുന്ന കർത്താവ്. അടിപ്പിണർ പോലെ കർത്താവ്, വൈദ്യ ആക്കാലം പോലെ കർത്താവ്, ദൈവിക ശക്തി കർത്താവ് ആകാശം പിളർന്നിറങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഈശോ അങ്ങയുടെ ചൈതന്യം കർത്താവ്, അങ്ങയുടെ ശക്തി കർത്താവ്, അങ്ങയുടെ തിരുമുറവാടുന്ന വലതുകരം ഓരോ മകൻ്റെ പേരും ഓരോ മകളുടെ പേരും കർത്താവ് വ്യക്തി പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഉച്ച മുതൽ ഉള്ളംകാലം വരെ അടിപ്പിണർ പോലെ, ഉച്ച മുതൽ ഉള്ളംകാലം വരെ അടിപ്പിണർ പോലെ, വൈദ്യുത ആക്കാലം പോലെ ദൈവികമായ ശക്തി ഇറങ്ങി വസിക്കട്ടെ കർത്താവ്. രോഗത്തിൻ്റെ സൗഖ്യ പിണരുകൾ കർത്താവ് ഇപ്പോഴും മക്കൾ അനുഭവിക്കട്ടെ പ്രാർത്ഥിക്കുന്ന. പേശികളുടെ വേദന ഉള്ളവർ പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവ് അവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. ഈശോയെ സർവാംഗം കർത്താവ്, വിസർപ്പ രോഗമുള്ളവർ കർത്താവ്, സോറിയാസിന്റെ രോഗമുള്ളവർ കർത്താവ് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങൾക്ക് വേണ്ടി കുറിച്ചപ്പെട്ടവനെ, ഞങ്ങൾക്ക് വേണ്ടി മുറിവേറ്റവനെ, ഞങ്ങൾക്ക് വേണ്ടി മുഴുക്കനും ചൂടിയവനെ, തിമിർമാർന്ന വലതുകരം ഓരോ മകനെ വേണ്ടി വ്യക്തി പ്രാർത്ഥിക്കുന്നു കർത്താവ്. കർത്താവ് നിന്റെ മുടി ഇഴകൾ പോലും ഓരോന്നും കർത്താവ് ഒന്നൊഴിയാതെ എണ്ണിയിരിക്കുന്നു പറഞ്ഞ കർത്താവ്. ഞങ്ങളെ സ്വന്തം പുത്തനെ നൽകി സ്നേഹിക്കാൻ പോകുന്ന ഞങ്ങളെ പുത്തനോടൊപ്പം കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി സമത്വം നൽകുന്ന നല്ല ദൈവമേ, നിന്റെ സ്നേഹത്തിന്റെ കിരണങ്ങൾ അടി പിടറുകൾ കർത്താവ്, രോഗത്തിന്റെ സൗഖ്യത്തിന്റെ പിടറുകൾ കർത്താവ്. ഉച്ചമുതൽ ഉള്ളംകാലം വരെ ഓരോ ആന്തരിക അവയവങ്ങൾ, പിസ്തുല രോഗികൾ, PCOD രോഗികൾ, RSS രോഗികൾ, ശ്വാസകോശ രോഗികൾ കർത്താവ്, കരൾ രോഗികൾ കർത്താവ്, തൈറോയ്ഡ് രോഗികൾ കർത്താവ്, സ്പോണ്ടിലോസിസ് രോഗികൾ, പിൻകഴുത്തിൽ വേദനയുള്ളവർ, അസ്ഥി രോഗികൾ, നടുവിൽ ചെരിഞ്ഞവർ കർത്താവ്, മുതുകിന് മുഴയുള്ളവർ, സർവാംഗം മുഴയുള്ളവർ കർത്താവ്, വാത രോഗികൾ. യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ രക്തം മഴ പോലെ പെയ്യട്ടെ. യേശു ക്രിസ്തു ഉന്നതമായ രക്തം മഴ പോലെ പെയ്യട്ടെ. യേശു ക്രിസ്തു ഉന്നതമായ രക്തം മഴ പോലെ പെയ്യട്ടെ. യേശു ക്രിസ്തു ഉന്നതമായ നാമത്തിലെ മാരക രോഗങ്ങൾ യേശു നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ശ്രുതിക്കട്ടെ. ഒരു വാക്കുമതി, ഒരു വാക്കുമതി, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് തുടയിലെ ചിരങ്ങ് പോയി വരുന്നവരുണ്ട്, തുടയുടെ ഉള്ളിലുള്ള ലിഗമെന്റുകൾ പൊട്ടിയിട്ടുള്ളവരുണ്ട്, അതുപോലെ തന്നെ ചില പേശികൾ പേശിക്ക് ബലം ക്ഷയിച്ചവരുണ്ട്. ഇടത് തുടയിലെ പേശിയുടെ ബലം ക്ഷയിച്ചവരെ കർത്താവ് സ്പർശിച്ച് സൗഖ്യപ്പെടുന്ന സന്ദേശമുണ്ട്. അതുപോലെ തന്നെ മുട്ടിനും തുടയ്ക്കും ഇടയിലുള്ള പേശികളും ഞരമ്പുകളും കർത്താവ് അത് പ്രവർത്തിക്കാതെ മരവിച്ചിരിക്കുന്നതിന് പോലെ നടക്കാൻ പറ്റാത്ത അവസ്ഥകളുണ്ട്. അവരെല്ലാം കർത്താവ് സൗഖ്യപ്പെടുന്ന സന്ദേശമുണ്ട്. കൈയടിച്ച് കർത്താവ് പോരാത്തവരാണ് എന്റെ പൂർണ്ണിരിപ്പാലും ഞാൻ പോരാത്തവരാണ് എന്റെ പുറയ്ക്കകത്തുവരാ ഞാൻ പോരാത്തവരാണ് എന്റെ പൂർണ്ണിരിപ്പാലും ഞാൻ പോരാത്തവരാണ്. ഒരു വാക്കുമതി എനിക്കതു മതിയേ, 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 ഒരു വാക്കുമതി എനിക്കതു മതിയേ. കർത്താവിൻ്റെ വലിയ പ്രസരിയും വലിയ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന സമയമാണിത്.
ഒരമ്മ കുഞ്ഞിൻ്റെ താടിയിൽ തൊട്ടുകൊണ്ട് ആ കുഞ്ഞിൻ്റെ താടിയുടെ വലതുവശത്ത് താടിയുടെ താഴെ ഒരു മുഴയുള്ളത് പോലെ കാണുന്നുണ്ട്. അപ്പോൾ അമ്മ കണ്ണ് നിറഞ്ഞുകൊണ്ട് ആ കുഞ്ഞിൻ്റെ കണ്ണിലേക്ക് നോക്കും. മകൻ്റെ ഉവ്വ അമ്മ ഈശോ അപ്പ മാറ്റി തരുമെന്ന് പറയും. ആ കുഞ്ഞിനെ ഈശോ ഇപ്പോഴും സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു വാക്കുമതിയേ, എനിക്കത് മതിയേ, ഒരു വാക്കുമതിയേ, എനിക്കത് മതിയേ, ഒരു വാക്കുമതി, എനിക്കത് മതിയേ, ഒരു വാക്കുമതി, എനിക്കത് മതിയേ. എന്റെ പുറക്കകത്തു വരാ ഞാൻ പോരാത്തവനാണ്, എന്റെ കൂടെ നിരിപ്പാനും ഞാൻ പോരാത്തവനാണ്. എന്റെ പുറക്കകത്തു വരാ ഞാൻ പോരാത്തവനാണ്, എന്റെ കൂടെ നിരിപ്പാനും ഞാൻ പോരാത്തവനാണ്. ഒരു വാക്കുമതി, എനിക്കത് മതിയേ, ഒരു വാക്കുമതി, എനിക്കത് മതിയേ. But only say the word. സദാധിപൻ പറഞ്ഞ കാര്യമാണ്. But you only say the word and I shall be healed. അതായത് നീ ഒരു വാക്ക് ഇവിടെ നിന്ന് പറഞ്ഞാൽ മതി, എൻ്റെ വീട്ടിൽ കിടക്കുന്ന ഭൃത്യൻ സുഖപ്പെട്ടുകൊള്ളുമെന്ന്. യേശുവിനെ തിരിച്ചറിയുന്നവരെ ഇവിടെ നിന്ന് കർത്താവ് ഒരു വാക്ക് പറയും. നീ വീട്ടിൽ ചെല്ലുമ്പോൾ നീ എന്തിനു വേണ്ടി കർത്താവിന് അമ്മമാതാ പ്രത്യക്ഷപ്പെട്ട് ഇടത്ത് വന്ന് കണ്ണീരിട്ടോ ദൈവ പൈതലെ, നീ വീട്ടിൽ ചെല്ലുമ്പോൾ അതിൻ്റെ അടയാളം നീ കാണുമെന്നാണ് കർത്താവിൻ്റെ വചനങ്ങളിലുള്ളത്. ഒരു വാക്ക് മതി, നീ ഇവിടെ നിന്ന് പറഞ്ഞാൽ മതി. വീട്ടിൽ ചെല്ലുമ്പോൾ എനിക്കത് അനുഭവിക്കാൻ കഴിയുമെന്ന് കർത്താവെ, ശതാധിപനെ പോലെ ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവെ, ഈ വിശ്വസിക്കുന്ന മക്കളുടെ മേൽ കർത്താവെ നിന്റെ തിരുമുറുമാറുന്ന വലതുകരം വെക്കണമേ, ആടിപ്രതാറുന്ന അത്ഭുതകരം വെക്കണമേ. എൻ്റെ കർത്താവെ, ഏതെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി, ഏതെല്ലാം വിഷയങ്ങൾക്ക് വേണ്ടി അങ്ങനെ മക്കള് വേദനപ്പെടുന്നുവോ, ആ വേദനപ്പെടുന്ന സാഹചര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ കർത്താവെ നിങ്ങൾ ഭയപ്പെടേണ്ട. അത് കർത്താവ് നീ പറഞ്ഞില്ലേ കർത്താവെ, ഐസയ്യാ 42:3-5 നീ പറഞ്ഞില്ലേ കർത്താവെ, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെ വരുമെന്ന് പറഞ്ഞ കർത്താവെ. കർത്താവെ, ഈ മക്കളുടെ കൂടെ കർത്താവെ അങ്ങ് പോകുന്നതിന് പകരം ഉടമ്പടിയിലൂടെ അങ്ങ് സഞ്ചാരി മാതാവായി പരിശുദ്ധ അമ്മയെ തന്നെ വിട്ടുകൊണ്ട് 10,000 സാക്ഷ്യം പറയുന്ന അനുഗ്രഹത്തിന്റെ ഈ വലിയ കാലഘട്ടത്തിൽ കർത്താവ് അതിന്റെ അവകാശികളാകാൻ ഓഹരിയാകാൻ കർത്താവ് അങ്ങനെ മക്കളെ ഇപ്പോൾ അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്നു. തീർത്ഥാടനത്തിരിക്കുന്നവരെ, ഓൺലൈനിൽ ഇരിക്കുന്നവരെ, അവരെന്തെല്ലാം വിഷയത്തിന് വേണ്ടിയാണ് ഉടമ്പടി എടുത്തിരിക്കുന്ന കർത്താവ് അതെല്ലാം സ്മരിച്ചിക്കട്ടെ. അതിന്റെ ബന്ധനങ്ങള്, അതിന്റെ എല്ലാവിധ തകർച്ചകള്, അതിന്റെ എല്ലാവിധ തടസ്സങ്ങള് യേശു ക്രിസ്തുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. തടസ്സങ്ങളും നീങ്ങിപ്പോയിക്കൊണ്ട് ആരാധനയിലൂടെ മഹത്വപ്പെടുത്തണമേ. എനിക്കത് മതിയേ, ഒരു വാക്കുമതി, എനിക്കത് മതിയേ, ഒരു വാക്കുമതി, എനിക്കത് മതിയേ. കണ്ണുകളടച്ച് കൈകള് നെഞ്ചത്ത് വെച്ചുകൊണ്ട് വളരെ ദൈവികമായ ഒരു നിമിഷങ്ങളിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ വിഷയങ്ങളെയാണ് അൾത്താരയിൽ അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ എല്ലാ ഇല്ലായ്മകളും പരിശുദ്ധ അമ്മയുടെ കപ്പാസിറ്റിയിലും കഴിവിലും യോഗ്യതയിലും ആരാധന തിരുസന്നിധി ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ നിന്റെ ഉടമ്പടി സങ്കടങ്ങളെ വെച്ചുകൊണ്ടിരിക്കുന്ന സമർപ്പിക്കുന്ന വലിയ സമയമാണ്. നീ ശാന്തമായി പ്രാർത്ഥിക്കുക ദൈവപൈതലേ. നിന്റെ കണ്ണീരോടെ നീ സ്വന്തമായിട്ട് പ്രാർത്ഥിക്കുക ദൈവപൈതലേ. നീ സ്വരത്തി പറഞ്ഞ് പ്രാർത്ഥിക്കുക ദൈവപൈതലേ. നിന്റെ ഓരോ ആവശ്യങ്ങളും ഉടമ്പടി വിഷയങ്ങൾ നീ പറഞ്ഞ് പ്രാർത്ഥിക്കുക ദൈവപൈതലേ. നിനക്ക് പ്രാർത്ഥിക്കാൻ പറ്റണില്ലെങ്കിൽ നീ സ്വന്തമായി സ്തുതിക്കുകയോ നിന്നെ സ്വന്തമായിട്ട് കരയുകയോ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ തിരുസ്ഥലിൽ നിന്റെ കണ്ണുനീര് വീഴട്ടെ. കർത്താവെ, അങ്ങനെ മക്കളുടെ അങ്ങനെ പരിശുദ്ധ പൗരോഹിത്യത്തെ ഇപ്പോൾ മഹത്വപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങനെ മക്കൾ ഇപ്പോഴും ഓൺലൈനായിട്ടും ഇപ്പോൾ ഇവിടെ തീർത്ഥാടനത്തിനും അനേകം മക്കൾ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അവർക്ക് ഇനി ഒരു അടി മുന്നോട്ട് വെക്കാൻ ഇല്ലെന്ന് ഈ ലോകത്ത് അറിയാവുന്ന അങ്ങ് മാത്രമാണ് കർത്താവെ. ഈശോ, അവരുടെ പഴയകാല ജീവിതമോ എന്ത് തന്നെയായാലും അത് കാര്യമാക്കണ്ട എന്ന് നീ പറഞ്ഞു കർത്താവെ. കർത്താവ് ഐസയ്യാ 43:18 നീ പറഞ്ഞു, പഴയ കാര്യങ്ങൾ നീ കാര്യമാക്കണ്ട, ഇതൊരു പുതിയ കാര്യം ചെയ്യണമെന്ന് പറഞ്ഞത് കർത്താവെ. അതുപോലെ കർത്താവെ, പുതിയ കാര്യമായി ആ ജനതകളുടെ പാപങ്ങൾ, ജനതകളുടെ പഴയത്തിലുള്ള നന്ദിക്കേടുകൾ, അവരുടെ തരത്തിലുള്ള അലംഭാവങ്ങൾ ഒന്നുമേ കണക്കിലെടുക്കാതെ ഈ കാലത്ത് കർത്താവെ എല്ലാം മായ്ച്ച് നിന്റെ വിശുദ്ധമായ രക്തം
രക്തത്താൽ ഞങ്ങളുടെ പാപം പോലും മായ്ച്ചു കളഞ്ഞുകൊണ്ട് ഞങ്ങളെ വീണ്ടെടുത്ത് വിശുദ്ധീകരിച്ച് സ്വന്തമാക്കി ഞങ്ങളുടെ പൊന്നുതമ്പുരാനെ നിന്റെ കൃപയാൽ അങ്ങനെ മക്കളുടെ കണ്ണുനീരിന്റെ കാരണങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് അവരെ ആശീർവദിക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്വർഗം തുറക്കണമേ കർത്താവേ, സ്വർഗം തുറക്കണമേ കർത്താവ്. ദിവ്യ കൃപാനയുടെ ശക്തി ദൈവിക കൃപയായി ഓരോ മകന്റെ മേലെ, ശരീരത്തിന്റെ മേലെ, ജീവിതത്തിന്റെ മേലെ, കുടുംബത്തിന്റെ മേലെ, ജീവിതത്തിന്റെ വഴികളിലെ മേലെ, തടസ്സങ്ങളുടെ മേലെല്ലാം കർത്താവ് രക്തം പടരട്ടെ. എല്ലാ മാർഗ തടസ്സങ്ങൾ, ജീവിത ദുരിതങ്ങൾ, ജീവിത തടസ്സങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിലെ മാറിപ്പോകട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. എനിക്കതു മതി, ഒരു വാക്കു മതി, എനിക്കതു മതി, ഒരു വാക്കു മതി, എനിക്കതു മതി, ഒരു വാക്കു മതി, എനിക്കതു മതി. വീണ്ടും കണ്ണുകൾ അടച്ചുകൊണ്ട് ഉടമ്പടിയിൽ വെച്ച വിഷയങ്ങളുടെ മേലെ ദൈവിക തീരുമാനം ഉണ്ടാകാൻ വേണ്ടി അമ്മ മാധ്യസ്ഥം വഹിക്കുന്ന അമ്മയുടെ മാധ്യസ്ഥത്തോട് ചേർത്തുകൊണ്ട് നമ്മുടെ ജീവിത സങ്കടങ്ങളെ സമർപ്പിക്കുന്ന ദിവ്യകാരുണ്യ ആരാധന നിമിഷങ്ങളിലേക്ക് നമുക്ക് കുറച്ചുകൂടി തീവ്രമായ ഭക്തിയോടെ ചേർന്നിരിക്കാം. കർത്താവേ, വിവാഹം ഇതുവരെ ഒത്തുവരാത്ത മക്കളുണ്ട് കർത്താവ്, ആൺമക്കളുണ്ട് ഈശോയെ, അതുപോലെ പെൺമക്കളുണ്ട് കർത്താവേ. ഈശോയെ, ജോലി ഇല്ലാതെ വിഷമിക്കുന്നവരുടെ ഈശോയെ, സാമ്പത്തികമായ കടങ്ങളെ കൊണ്ട് കർത്താവെ പല കടുംകൈ പോലും ചെയ്യേണ്ടി വരണമോ എന്ന് ചിന്തിച്ച് ഭയപ്പെടുന്ന മക്കളുടെ കർത്താവെ, എന്താണൊരു വഴിയെന്ന് ഒരു പിടിയും എത്തും പിടിയും ഇല്ലാത്തവരെ ജപ്തി നടപടിക്കാർ കർത്താവ്, അകലങ്ങളിൽ ദൂരങ്ങളിലെ കുടുംബം വിറ്റുചുട്ട് മക്കളെ ജോലിക്ക് വേണ്ടി വിട്ടവരെ, പഠിക്കാൻ വേണ്ടി വിട്ടവരെ, അവർക്ക് അവിടെ അഡ്മിഷൻ കിട്ടാതെ കർത്താവ് പുറത്തു പോലും ഇറങ്ങാൻ പറ്റാതെ അവരവിടെ ജീവിക്കുന്നുണ്ട് കർത്താവെ. ഈശോ, ഇൻ്റർവ്യൂവിന് ചെയ്യുന്ന ഓരോ ഇൻ്റർവ്യൂവും തോറ്റുപോവുകയും ചെയ്യുന്ന ഓരോ ഇൻ്റർവ്യൂ പണം നഷ്ടപ്പെടുകയും അവർക്ക് ഭക്ഷണത്തിലുള്ള പണം അങ്ങോട്ട് അയച്ചു കൊടുക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ കടക്കാരെ കൊണ്ട് മാറാതെ കർത്താവെ, എവിടെയെങ്കിലും പോയി ഒളിക്കാൻ വേണ്ടി തോന്നുന്ന നാണം കെട്ട് കർത്താവെ, ഈ ജീവിതത്തിൽ എന്നെപ്പോലെ നാണം കെട്ടവരാരുമില്ല, ഇതുപോലെ ഒരു അവസ്ഥ ഞാൻ വന്ന് പെട്ടല്ലോ എന്ന് ഓർത്തുകൊണ്ട് കർത്താവെ, കണ്ണീരോടെ അങ്ങേ അവസാനത്തെ അഭയം പോലെ അങ്ങേ അഭയം പ്രാപിക്കുന്ന മക്കളെ കർത്താവെ, ഇവിടെ തടന്നിട്ടുള്ള 10,000-കണക്കിന് ആരാധന ഇവിടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ പ്രത്യക്ഷങ്ങളുടെ ശക്തിയാൽ, ഇവിടെ അമ്മയുടെ പ്രത്യക്ഷത്തിൻ്റെ ശക്തിയാൽ ഇവിടെ നടന്നിട്ടുള്ള 10,000-കണക്കിന് ആരാധന, ആ ആരാധന പങ്കെടുത്ത മക്കൾ നടത്തിയിട്ടുള്ള ഓരോ തരത്തിലുള്ള സൽപ്രവൃത്തികൾ, വീണ്ടെടുപ്പ് പ്രവൃത്തികൾ, അതുപോലെ തന്നെ കൃപാപര പ്രവൃത്തികൾ, അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ സുവിശേഷ പ്രവർത്തനങ്ങൾ, എല്ലാ പ്രവർത്തന അടിസ്ഥാനത്തിലും മാർഗ തടസ്സങ്ങൾ, തീരാ ദുരിതങ്ങൾ, ഇന്ന് വരെ ഉടമ്പടി എടുത്തിട്ടുള്ള, ഇന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന എല്ലാ തടസ്സങ്ങളും, എല്ലാ രോഗങ്ങളും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ ആരാധന. ഹല്ലേലൂയ, മഹത്വം, മഹത്വം. കൈകൾ കൂപ്പി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. കൈകൾ കൂപ്പി കർത്താവിനെ തന്നെ നോക്കിക്കൊണ്ട് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയാമോ? ഈ ആഴ്ചയിൽ, ഈ മാസത്തിൽ നിർണായകമായ തീയതികളുള്ളവരുണ്ടാകും. ചിലപ്പോൾ പരീക്ഷാ തീയതി ആകും, ചിലപ്പോൾ വിസ ഇൻ്റർവ്യൂ ആകാം, ചിലപ്പോൾ വസ്തു ലേലമാകാം, ചിലപ്പോൾ വീട് വാങ്ങാൻ വന്നവരെ അഡ്വാൻസ് തന്നിട്ട് പിന്നെ അവർ വിളിച്ചെടുക്കാത്തവരാകാം, അവർ തരുമോ വീടെടുക്കുമോ ഇല്ലേ എന്നറിയാൻ പറഞ്ഞാൽ വിഷമിക്കുന്നവരാകാം. ഇങ്ങനെ ഈ ഡേറ്റുകളെല്ലാം നിങ്ങൾ ഓർക്കണം. ഇപ്പം മാതാവിനെ നിങ്ങൾ സമയത്തെ ഏൽപ്പിക്കണം. ബൈബിൾ എഴുതിയിട്ടുള്ള സമയവും സമയത്തിൻ്റെ പകുതിയും കർത്താവ് അവൾക്ക് അധീനമാക്കിയിട്ടുണ്ടെന്ന്. അതുപോലെ നിൻ്റെ സമയങ്ങൾ ദൈവത്തിനെ ഏൽപ്പിക്കുക. സഭഘടികാരൻ നെഞ്ചിൽ ചാർത്തി പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മുമ്പിലാണ് നീ ഈ മാധ്യസ്ഥ പ്രാർത്ഥന വെക്കണമെന്ന് ഓർക്കണം ദൈവപൈതരെ. അപ്പം നിന്നെക്കുറിച്ചുള്ള ബാധ്യതകൾ ചിലപ്പോൾ ഒരു ഓപ്പറേഷൻ നിശ്ചയിച്ച് കാണും, ചിലപ്പോൾ നിനക്കാകണമെന്നില്ല, നിൻ്റെ അമ്മമാർക്കാകാം, അപ്പന്മാർക്കാകാം, ചിലപ്പോൾ രോഗികളാകാം,
അങ്ങനെ ചിലപ്പോൾ ഒരു ബയോപ്സി പറഞ്ഞു കാണും, ചിലപ്പോൾ ഒരു എക്സ്റേയോ സ്കാനിങ്ങോ പറഞ്ഞു കാണും. ആ ഡേറ്റുകൾ നീ ഓർക്കുക. ചിലപ്പോൾ ലേലത്തിൻ്റെ തുക ഓർക്കുക, ചില പരീക്ഷ ഓർക്കുക, ചിലപ്പോൾ റിസൾട്ട് വരുന്ന ദിവസമാകാം. അത് ആ ദിവസം നീക്ക് നോക്കി പാർത്തിരിക്കണത്. ആ ദൈവം ആ സമയത്തെ ഏറ്റെടുക്കട്ടെ. ദൈവം ആ സമയത്തെയും ആ സംരംഭത്തെയും പൂർണ്ണമായി പരിശുദ്ധാമ നിനക്ക് വേണ്ടി നിൻ്റെ അവിടെ ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി നിൻ്റെ കണ്ണുനീരിൻ്റെ കാരണങ്ങൾ ഏറ്റെടുക്കുന്ന സമയമാണ്. കണ്ണീരുടെ പ്രാർത്ഥിക്കട്ടെ, സ്വരത്തെ പ്രാർത്ഥിക്കട്ടെ, ശക്തമായി പ്രാർത്ഥിക്കട്ടെ, ദൈവത്തിൻ്റെ കൃപ കിട്ടോളം പ്രാർത്ഥിക്കട്ടെ. കർത്താവ് ദാസൻ കർത്താവ് 143 സങ്കീർത്തൻ 2-ാമത്തെ വാക്യത്തെ പറഞ്ഞിട്ടുണ്ട്, കർത്താവേ അങ്ങയുടെ ഒരു ദാസൻ അങ്ങയുടെ ഒരു യജമാനൻ്റെ കൈകളിലേക്ക് എന്നതുപോലെ, ഒരു ദാസി അവിടെ സോമനിയുടെ കൈകളിലേക്ക് എന്നതുപോലെ ദൈവമായ കർത്താവേ ഞാൻ ഇവ വെട്ടാതെ നിന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു കർത്താവേ. സങ്കീർത്തനം 34:10 പറഞ്ഞിരിക്കുന്നു, നിന്നെ നോക്കുന്നവർ കർത്താവ് പ്രകാശത്തിലാകുന്ന കർത്താവ്. ഇരുട്ടുമൂടി കിടക്കുന്ന സാമ്പത്തിക ഇരുട്ടുകൾ, രോഗത്തിൻ്റെ ഇരുട്ടുകൾ, ജീവിതത്തിൻ്റെ സമാധാന നഷ്ടപ്പെട്ടുകൾ, ഡൈവേഴ്സുകൾ, വിവാഹമോചനങ്ങൾ, കള്ളക്കേസുകൾ, പോസ്കോ കേസുകൾ, ജയിലിൽ കിടക്കുന്നവർ, ഇങ്ങനെയുള്ള എല്ലാ ഇരുട്ടുമാതികൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇരുട്ടുകൾ മാറട്ടെ. യേശു ക്രിസ്തു നാമത്തെ ജീവിതം പ്രകാശിക്കട്ടെ. യേശു ക്രിസ്തു നാമത്തിൽ ജീവിതം പ്രകാശിക്കട്ടെ. ശ്രുതികട്ടെ ശ്രുതികട്ടെ ശ്രുതികട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാ തടസ്സങ്ങളും നീങ്ങിപ്പോയിക്കൊണ്ട് യേശു നാമം മഹത്വപ്പെടുവാൻ ഈ ആരാധനയിലൂടെ മനസ്സാകണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന, മഹത്വം മഹത്വം, ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ. എന്നിൽ നിറയണമേ സൗഖ്യം നൽകണമേ. എന്നിൽ നിറയണമേ സൗഖ്യം നൽകണമേ. മുട്ട നിൽക്കുക. സമാപനാശീർവാദം. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വചനത്തിൽ നിലനിന്നുകൊണ്ട് നിലനിൽക്കുന്ന ഫലം പുറപ്പെടുവിച്ച് നിത്യമഹത്വം കരയേറ്റുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങൾ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്ക് പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്ക് ആരാധന. ആവേ 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 ഞാൻ പീരുമേട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത്. എൻ്റെ പേര് സരോജിനി എന്നാണ് എൻ്റെ പേര്. അപ്പം ഞാൻ
ഞാനിവിടെ വന്ന് താമസിച്ചാലും ഞാനിന്ന് ഈശോയുടെ അടുത്ത് നിന്ന് ഉടമ്പടി പറയുമെന്ന് തന്നെ ഓർത്തോണ്ട് ഞാൻ രാവിലെ ഞാൻ വന്നേ. ഞാൻ ജോലി ചെയ്യുന്നിടത്തുനിന്ന് ഞാൻ കള്ളം പറഞ്ഞിട്ട് ഞാൻ എൻ്റെ അമ്മേനെ ഈശോനെയും കാണാനായിട്ട് ഞാൻ വന്നത്. എന്നോട് ഈശോയും അമ്മ എന്നോട് ക്ഷമിക്കണേ, ഞാൻ കള്ളം പറഞ്ഞിട്ട് വന്നുകൊണ്ട്. ഞാൻ പറയുന്നത് ഇവിടെ എൻ്റെ മോൻ്റെ കാര്യമായിരുന്നു. എൻ്റെ മോൻ്റെ കൈക്ക് ഒരു മുഴ വന്നിട്ട് ഒത്തിരി നാളായിരുന്നു. അപ്പോൾ ആ മുഴ വന്നിട്ട് എൻ്റെ മോന് ആശുപത്രി പോകാൻ പറഞ്ഞാൽ പോവുകയില്ല. അതിങ്ങനെ വട്ടുരുളുന്ന പോലെ ഉരുണ്ട് നടക്കും. അവസാനം അത് വലുതായി, ഒരു നെല്ലിക്ക പോലെയായി. പിന്നെ അതൊരു തക്കാളിപ്പഴത്തിൻ്റെ മുഴുപ്പായിരുന്നു. അതിങ്ങനെ ചുമന്നിരിക്കുമായിരുന്നു. അപ്പോൾ അവന് കൊറോണ വന്നപ്പോഴത്തേക്ക് ആശുപത്രി പോകാനായിട്ട് പോയപ്പോഴത്തേക്ക് അവർ പറഞ്ഞു, ആശുപത്രി പോയപ്പോൾ 3 മാസം കഴിയാതെ അത് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാനതിന് ജോലി സ്ഥലത്ത് നിന്ന് വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ പാലായി ചെന്നപ്പോൾ എന്നോട് വിളിച്ച് പറഞ്ഞു, അമ്മ വരണ്ട, എൻ്റെ കൈക്ക് ഓപ്പറേഷൻ ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ തിരികെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഞാൻ മാതാവിനോട് ഈശോയോട് ഞാൻ പറഞ്ഞു, ഈശോയെ അമ്മയും മാതാവും കൂടി തന്നെ അവൻ്റെ കയ്യിൽ കത്തി വെക്കാതെ അത് ഓപ്പറേഷൻ ചെയ്യല്, ആ മുഴ തന്നെ പൊട്ടി പോകണമെന്ന് പറഞ്ഞു. അവൻ പോലും അറിയാതെ ആ മുഴ പൊട്ടി പോകണം ഈശോയെ, എനിക്കവിടെ വന്ന് സാക്ഷ്യം പറയാനുള്ളതാ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ജോലി സ്ഥലത്തിരുന്ന് എന്നും പതിവ് പോലെ വിളിക്കുന്ന സമയത്ത് ഞാൻ അവനെങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവനിങ്ങനെ എരിവ് വലിച്ചെടുപ്പോൾ ഞാൻ ചോദിച്ചു, എന്താടാ നീ മുളക് തിന്നോന്ന് ചോദിച്ചു. ഒന്നും പറയണ്ടമ്മേ, ഞാൻ രാവിലെ എഴുന്നേറ്റ് കട്ടൻ കുടിച്ചിരുന്നപ്പോൾ എൻ്റെ കയ്യിലെ മുഴ പൊട്ടി പഴുപ്പ് പോകുന്നെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഈശോയെ നന്ദി, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈശോ അത് ചെയ്തല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറയും, മോനെ വേഗം തന്നെ അത് പൊട്ടിച്ചെല്ലാം പഴുപ്പൊക്കെ കളയടാന്ന് പറഞ്ഞു. അവനത് 3 ദിവസം കൊണ്ട് ആ പഴുപ്പ് പൊട്ടിച്ച് ആ ഇതെല്ലാം കളഞ്ഞു എടുത്തു. ഒരു ആശുപത്രിയിലും പോയില്ല, മരുന്നും കഴിച്ചില്ല, ഒന്നും കഴിച്ചില്ല. ആ മുഴ അങ്ങനെ അത് പോയി. ഞാനും മറന്നുപോയി, അവനും മറന്നുപോയി. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഞാനിവിടെ നിന്ന് ഉടമ്പടി എടുത്തിട്ട് ഞാൻ പോയി കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ ജോലി സ്ഥലത്തേക്ക് എന്നോടിങ്ങനെ അമ്മ പറയുന്നു, നീ അവിടെ വന്നിട്ട് മുഴയുടെ കാര്യം പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു. അയ്യോ സോറി അമ്മേ, ഞാൻ പറഞ്ഞില്ലമ്മേ, ഞാൻ ആദ്യത്തെ കാര്യം ഞാൻ അത് പറഞ്ഞിട്ടേ പിന്നെ ഞാൻ പറയുള്ളൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, എടാ നിൻ്റെ കയ്യിൽ മുഴ പോയോ എന്ന് ചോദിച്ചു. വീഡിയോ കോൾ കാണിച്ചപ്പം മുഴ ഉണ്ടായിരുന്നത്. തിരിച്ച് ഞാൻ വീട്ടിൽ ചെന്ന് ഞാൻ ആ കൈ പിടിച്ച് നോക്കി. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചപ്പോൾ ആ നിമിഷം തന്നെ ആ കയ്യിലെ മുഴ എതിലേ പോയെന്നറിയാലോ, ഒരു പാട് പോലും ഇല്ലാതെ അത് മാഞ്ഞു പോയത്. രണ്ടാമത്തെ കാര്യം എൻ്റെ എനിക്ക് 15 വർഷമായിട്ട് എൻ്റെ കാലിന് മുട്ടിന് 2-നും തേയ്മാനമായിരുന്നു. 2-നും തേയ്മാനമായിട്ട് ഞാൻ ഇങ്ങനെ നടന്നു. ഒരു കാലിന് തേയ്മാനം വന്നു. ആദ്യം ആ കാലെനിക്കത് വിട്ടുപോയി. അപ്പം ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യുന്നില്ല, എനിക്ക് നോക്കാൻ ആളില്ല, മുടക്കാൻ പൈസ ഇല്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞു. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് ഞാനിവിടെ പാമ്പാടി ധ്യാനത്തിന് പോയി. എൻ്റെ കാല് സൗഖ്യമായി. രണ്ടാമതും അതുപോലെ തന്നെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് കാല് കംപ്ലീറ്റ് വിട്ടുപോയി. ഡോക്ടർ പറഞ്ഞു കാല് സ്വാധീനം കാണത്തില്ല, വലിഞ്ഞു കിടക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അതേപോലെ കാല് വലിഞ്ഞു പോയി, ചെരുപ്പിടാൻ പറ്റത്തില്ല. ഞാൻ ഇങ്ങനെയായിരുന്നത്. ഞാൻ എൻ്റെ ഈശോ എന്നെ ഇങ്ങനെ ആക്കി തന്നെ. 3ാമത്തെ പ്രാവശ്യം എൻ്റെ കാല് വിട്ടുപോയി. എന്നെ ജോലിയിൽ നിന്ന് എന്നെ പിരിച്ചു വിട്ടു. എന്നിട്ട് ഞാൻ ഈശോയോട് ഞാൻ പറഞ്ഞു, ഈശോയെ നിൻ്റെ കാല് എനിക്ക് തന്നേച്ചി, എൻ്റെ കാല് നീ എടുക്ക്, നിൻ്റെ മക്കൾക്ക് ജോലി ചെയ്ത് ഞാൻ കൊടുക്കാനുള്ളതാണ് ഈശോയെന്ന് ഞാൻ പറഞ്ഞ് ഞാൻ കരഞ്ഞ്. ഒരു തേങ്ങയുടെ മുഴുപ്പിൽ നടുവിനൊരു മുഴയൊക്കെ വന്നു. ഞാൻ വളഞ്ഞു നടക്കുമായിരുന്നു. ആ കാല് 3ാമത്തെ ദിവസം മുഴയും പോയി. ഞാൻ സാധാരണ ഒരു മനുഷ്യൻ്റെ രൂപമായി. എനിക്ക് എണ്ണയാ തീരത്തില്ല. എൻ്റെ ഈശോ പറഞ്ഞ നന്മകളൊക്കെ എനിക്ക് തീരുകയല്ല എനിക്ക് അതുപോലെ. പിന്നെ എൻ്റെ പള്ള സൈഡിലൊരു മുഴയുണ്ടായിരുന്നു. ആ മുഴ വന്നുകൊണ്ട് എനിക്ക് കിടക്കാൻ പറ്റുകയില്ല, ഇരിക്കാൻ പറ്റുകയില്ല, ഒന്നും പറ്റത്തില്ല. ഞാനിങ്ങനെ കൊണ്ട് നടക്കുമായിരുന്നു. അത് കഴിഞ്ഞ പ്രാവശ്യം ഞാനിവിടെ വന്നു ഉടമ്പടിയൊക്കെ എടുക്കുന്നില്ല. അന്നേരം ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാൻ ഇപ്പം പറഞ്ഞു എടുക്കത്തില്ല എന്ന് പറഞ്ഞു. ഞാനിവിടെ വന്ന് അവിടെ ഉപ്പ് മേടിച്ചു, തേനും മേടിച്ചുകൊണ്ട് പോയിട്ട് ആ ഉപ്പ് ഇട്ട് ഞാൻ കഞ്ഞോളം കുടിച്ചു. കഞ്ഞോളം പ്രാർത്ഥിച്ചു. വിശ്വാസപ്രമാണം അറിയത്തില്ലായിരുന്നു അന്നേരം. അപ്പം ഞാൻ അറിയാവുന്ന രീതിയിലൊക്കെ ഞാൻ പ്രാർത്ഥിച്ചു. കഞ്ഞോളം കുടിച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞു ബാത്റൂമിൽ പോകണമെന്ന് തോന്നി പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം വയറങ്ങ് ഇളകി അങ്ങ് പോയിട്ട് എൻ്റെ വയറ് ശുദ്ധീകരിച്ച ആ മുഴ എതിലേ പോയിന്ന് എനിക്ക് അറിയത്തേയില്ല. പിന്നെ അവിടെ ഒരു മുഴയില്ല, ഒന്നുമില്ല. പിന്നെ എൻ്റെ മൂക്കയിലൊരു ചൊച്ചക്ക വീണു. മരത്തേന്ന് ചൊച്ചക്ക പറിച്ചപ്പോഴത്തേക്ക് ചൊച്ചക്ക വീണു. ചൊച്ചക്ക വീണപ്പോൾ എൻ്റെ മൂക്കിൽ നിന്ന് ബ്ലഡ് വന്നു.
ബ്ലഡ് വന്നപ്പോൾ എനിക്ക് മുമ്പോട്ട് പോയാൽ കിണർ, പുറകോട്ട് പോയാൽ കുപ്പിച്ചിൽ, ഇപ്പുറത്തോട്ട് പോയാൽ കയ്യാലെ ഇറങ്ങാൻ പറ്റില്ല. ഞാൻ അവിടെ ഇരുന്ന് ചൊച്ചക്കെ വീണപ്പോൾ ഞാൻ പറഞ്ഞു, ഈശോയെ എൻ്റെ മൂക്ക് പോയേന്ന് പറഞ്ഞു ഒറ്റ കാർച്ച് കയറിയപ്പോഴത്തേക്ക് അങ്ങനെ ഞാൻ പൊത്തി പിടിച്ചപ്പോൾ മൂക്കിൽ നിന്ന് ബ്ലഡ് വന്നപ്പോഴത്തേക്ക് ഞാനവിടെ നിന്നു. അപ്പോൾ എന്നോട് ആരാണ്ട പറയുന്നു, കൃപാസനത്തിലെ തേൻ അവിടെ ഇരിപ്പില്ലേ, ആ തേനെടുത്ത് മൂക്കയിലോട്ട് തേക്ക് പോയി വിശ്വാസ പ്രമാണം ചൊല്ലി തേക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് അറിയില്ലല്ലോ പ്രാർത്ഥിക്കാനായിട്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഈശോ ഞാൻ അറിയുന്ന പോലെ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ ആ തേനെടുത്ത് 3 പ്രാവശ്യം മൂക്കേ വരച്ച് തേച്ച് ഒരു 1/2 ഗ്ലാസ് പച്ചവെള്ളം കുടിച്ചിട്ട് ഞാൻ ആശുപത്രിയിൽ പോയി. ആശുപത്രിയിൽ ചെന്ന് നോക്കിയപ്പോൾ എൻ്റെ മൂക്കയിൽ പൊട്ടലും ഇല്ല, ഒന്നുമില്ല, ബ്ലഡ് വന്ന പാട് പോലും ഇല്ല. അങ്ങനെ പോയി. പിന്നെ ഞാൻ മരുന്ന് കഴിച്ചില്ല, ഒന്നും കഴിച്ചില്ല. എനിക്ക് വിശ്വാസമുണ്ട് ഈശോ മാറ്റി തരുമെന്ന് എനിക്ക് വിശ്വാസമുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് അങ്ങനെയൊന്നും സംഭവിച്ചില്ല. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് പിന്നെ ഞാൻ പിറ്റേ ദിവസം ജോലിക്കും പോയി. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് എൻ്റെ ഈ കാലുമല്ലാതെ വന്നപ്പോൾ എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടു. ഞാൻ ഈശോയോടും അമ്മയോടും ഞാൻ പറഞ്ഞു, ഇവിടെ വന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞേക്കാം, എൻ്റെ പോയ ജോലി എനിക്ക് ഈശോയും അമ്മയും തിരിച്ചു തരണം, ആ ജോലി എനിക്ക് മേടിച്ചു തരണം എന്ന് ഞാൻ പറഞ്ഞു. ആ ജോലി മേടിച്ചെന്നാൽ സാക്ഷ്യം പറയാമെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ കഴിഞ്ഞ 1-ാം തീയതി രാവിലെ ഇരുന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ നിൽക്കുന്നിടത്ത് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് സ്വസ്ഥമായ ഒരു സ്ഥലം എനിക്ക് വേണം ഈശോയെ എന്ന് ഞാൻ ഈശോയോട് ഞാൻ പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, ഈശോ എനിക്ക് സ്വസ്ഥമായ ഒരു സ്ഥലം എനിക്കുണ്ട്, പക്ഷേ അതെനിക്ക് തരുമോയെന്ന് എനിക്കറിയില്ല, ഇത് 4-ാമത്തെ പ്രാവശ്യമാണ്. അപ്പോൾ എനിക്കത് തരുമെന്നറിയില്ല. അമ്മ ഒരു കാര്യം ചെയ്യും, അമ്മ പോയി അച്ഛനോട് എന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ മനസ്സൊന്ന് അറിയിച്ചിട്ട് അച്ഛനെ കൊണ്ടൊന്ന് സംസാരിച്ച് എനിക്ക് ആ പണിയൊന്ന് മേടിച്ച് തരാമോ എന്ന് രാവിലെ ഞാൻ 5 മണിയായപ്പോൾ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞു. അതേ വൈകിട്ട് 5 മണിക്ക് തന്നെ അച്ഛൻ എന്നെ വിളിക്കുന്നു. എന്നെ വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ട് എൻ്റെ പിള്ളേരോട് വിളിച്ച് പറഞ്ഞു, അമ്മേനെ എന്നെ ഒന്ന് വിളിക്കാൻ പറ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓർത്തി എന്തായിരിക്കും, അച്ഛനും ഞാനും പിണക്കമാണല്ലോ എന്ന് പറഞ്ഞു. അപ്പം വിളിച്ച് വർത്താനം പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ചേച്ചിക്ക് ഇവിടെ പണിക്ക് വരാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഒന്ന് ഞെട്ടി, എന്തായിരിക്കും എന്നോർത്തു. അപ്പം ഞാൻ ഓർത്തു അമ്മയോട് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പം അമ്മ പോയി അച്ഛനോട് സംസാരിച്ചു. അമ്മ അന്നേരം തന്നെ പോയി പറഞ്ഞു എനിക്ക് പണി മേടിച്ച് തന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞൊരു കാര്യം നിൽക്കുന്നിടത്ത് ആൾ വന്നു കഴിഞ്ഞിട്ട് ഇവിടെ പണിക്ക് വരാൻ പറഞ്ഞു. അപ്പം ഞാൻ അന്നേരം എങ്ങനെ പറഞ്ഞു, എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടെ ഒന്ന് കയറിയാൽ മതിയില്ലേ. അപ്പം ഞാൻ ഈശോയോടും അമ്മയോടും പറഞ്ഞു, അമ്മേ 29-ാം തീയതി ആകുമ്പോൾ എനിക്ക് ഇവിടുന്ന് പോകണം. ആ 29-ാം തീയതിക്ക് മുമ്പേ അമ്മ ഇവിടെ ഒരാളെ കൊണ്ടുവന്നിട്ട് എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടണം എന്ന് പറഞ്ഞു. എനിക്ക് അമ്മയുടെ മക്കളുടെ അടുത്ത് പോകണമെന്ന് പറഞ്ഞു. ആ 29-ാം തീയതിക്ക് മുമ്പേ തന്നെ, ഒരാഴ്ചയ്ക്ക് മുമ്പേ തന്നെ അമ്മ ഈശോയും കൂടി ആളെ കൊണ്ടുവന്നു. ഞാൻ അവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്തു. 1-ാം തീയതി ഞാൻ എൻ്റെ പഴയ ജോലി സ്ഥലത്ത് തന്നെ ജോലിക്കും കയറി. ഇന്ന് 19 ദിവസത്തെ പണിയും ചെയ്തിട്ട് ഇന്ന് ഞാനിവിടെ വന്നത്. ഈശോയ്ക്കും അമ്മയ്ക്കും കോടാനുകോടി നന്ദി, എത്ര പറഞ്ഞാലും തീരുകയില്ല. ഈശോയും അമ്മയും തന്ന അനുഭവങ്ങളെ എനിക്ക് മൊത്തം പറയാനുള്ളൂ. അടുത്ത പ്രാവശ്യം ഞാൻ പറയാം.